ഗൗരി സ്വയം കുറ്റപ്പെടുത്തി. സ്വയം ശകാരിച്ച് അവൾക്ക് ആശ്വാസമായില്ല. ഒരു ACPയെ ഇത്ര എളുപ്പത്തിൽ കബളിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അവൾക്ക് ദഹിച്ചില്ല. ഇതൊക്കെ ആലോചിച്ചപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു. അവൾ കൈകൊട്ടി ആ ആളുകളെ വിളിച്ചു. ഏയ്, നിങ്ങൾ എവിടേക്കാണ് വന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ? നിനക്ക് ഞാൻ ആരാണെന്നറിയോ? അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. കയ്യിലെ കത്തിയുമായി കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവൾ മാന്യമായ സ്വരത്തിൽ അധികാരത്തോടെ പറഞ്ഞു. ഓ, മാഡം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആണോ? ഓ, ഇത് കേട്ട് എനിക്ക് പേടിയാവുന്നു. എടാ, ഇങ്ങോട്ട് നോക്കടാ, എന്റെ കയ്യും കാലും വിറയ്ക്കുന്നു. ആരോ ഉറക്കെ ചിരിച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞു. ഇവിടെ നോക്ക്, നീ ആരായാലും ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ആരുടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിക്കാൻ തോന്നിയാൽ ഞങ്ങൾ അത് കിട്ടിയേ പോകൂ. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനും പേടിയില്ല, പോലീസിനെയും പേടിയില്ല. അയാൾ കടുത്ത മുഖത്തോടെ പറഞ്ഞു. അവൾക്ക് വേണമെങ്കിൽ അവരെയെല്ലാം തോൽപ്പിക്കാമായിരുന്നു. എന്നാൽ വണ്ടിക്കുള്ളിൽ ഇടം കുറവായതിനാൽ അടികൂടാൻ പറ്റില്ല. മാത്രമല്ല, അങ്ങനെ ഉണ്ടായാൽ തന്റെ കൂടെയുള്ള ആളുകൾക്ക് അതെന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് അവൾ ഭയപ്പെട്ടു. ശരി ശരി, എല്ലാവരും പൈസ എടുക്ക്, അല്ലാത്തവർക്ക് ഇപ്പൊ കിട്ടും. തല്ലുമെന്ന് നടിച്ച ഒരാൾ മുറുമുറുത്തുകൊണ്ട് പറഞ്ഞു. മറ്റൊരാൾ ഒരു കറുത്ത ബാഗ് എടുത്ത് അവർക്ക് മുന്നിൽ നീട്ടി. ഞങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടാൻ പോകുന്നില്ല, ജിതിൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവന് ശരിക്കും ദേഷ്യം വന്നു. ഒരാൾ വന്ന് സഹായം ചോദിച്ചപ്പോൾ തന്റെ ഔദാര്യം ഗൗരിയെ കാണിക്കാൻ വേണ്ടിയാണ് അവരകത്തേക്ക് കയറ്റിവിട്ടത്. എന്നാൽ അവർ കൊള്ളക്കാരായിരിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ജിതിന്റെ പ്രസംഗം കേട്ട് അയാൾ ദേഷ്യം പിടിച്ച് കാൽമുട്ട് വെച്ച് വയറ്റിൽ ചവിട്ടി. വയറിന്റെ വേദന സഹിക്കാനാവാതെ ജിതിൻ വയറ്റിൽ കൈവച്ച് കരയാൻ തുടങ്ങി. നീ ഒരു പ്രാവശ്യം കൂടി വാ തുറന്നാ ഞാൻ നിന്റെ നാവ് മുറിക്കും. ആ മനുഷ്യൻ ജിതിന്റെ മുഖത്തേക്ക് ഭീഷണിയായി കത്തിവീശി. അത് കണ്ട് അവിടെയുള്ളവർ ഭയന്ന് വിറച്ചു. ഇപ്പോൾ അവർക്കെല്ലാം ഋഷിനൊപ്പം ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ നോക്കൂ, നിങ്ങൾ പൈസയ്ക്കാണ് കാത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങളുടെ പക്കൽ അത്രയും പണമില്ല. ഇന്നലെ ഞങ്ങളൊരു വെള്ളപ്പൊക്കത്തിലാവപ്പെട്ടു. ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും കൂടെ നഷ്ടപ്പെട്ടു. കൂടാതെ ഞങ്ങൾ ആരും ഞങ്ങളുടെ കയ്യിൽ പണം കൊണ്ട് നടക്കാറില്ല. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസയൊന്നും ആരുടെ കയ്യിലും ഇല്ല. കയ്യിലില്ലാത്ത ഞങ്ങൾ എവിടെ നിന്നെടുത്ത് തരും? സിദ്ധാർത്ഥ് കഴിയുന്നത്ര ക്ഷമയോടെ അവരെ പ്രകോപിപ്പിക്കാതെ പറയാൻ ശ്രമിച്ചു. എന്തൊരു തമാശ ബ്രോ, ഞങ്ങളെ കണ്ട നിനക്കെന്താ പൊട്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ പുറകിൽ ചവിട്ടി. അവൻ ബസിന്റെ ചില്ലിന്റെ കമ്പിയിൽ തട്ടി താഴെ വീണു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ സിദ്ധാർത്ഥിന്റെ മുഖം വിളറി ദയനീയമായി. ഏയ്, ഞാൻ പറഞ്ഞല്ലോ ആരെ അനാവശ്യമായി തല്ലരുതെന്ന്. ഇത്രയും നേരം മിണ്ടാതിരുന്ന ഒരാൾ പെട്ടെന്നലറി. അയാളെ കാണുമ്പോൾ സംഘതലവനെ പോലെയായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് തിരിഞ്ഞു. നിങ്ങളെല്ലാവരും വളരെ സമ്പന്നരാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നേതാവ് പറഞ്ഞു. ശരി, പൈസ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവാ. അത് വെച്ച് ഞങ്ങൾ പൈസ ഉണ്ടായിക്കോളാം. ഫോൺ, വാച്ച്, റിങ്, ചെയിൻ, അങ്ങനെ എല്ലാം എടുത്തോ. ഇനി ഇതിനൊരു താമസം വേണ്ട. അവൻ അവരെയെല്ലാം നോക്കി പറഞ്ഞു. പേടിച്ചു പോയ അവർ അവൻ പറഞ്ഞതുപോലെ ചെയ്തു. ആരെങ്കിലും എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം ഒളിച്ചു വെച്ചാ അപ്പോ അവർക്ക് എന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. സംഘതലവൻ സിദ്ധാർത്ഥിന്റെ അടുത്തിരുന്നു. അവന്റെ കൈത്തണ്ടയിൽ പിടിച്ച് കവളിൽ മെല്ലെ തലോടി. നീ എന്താണ് നിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നീ എവിടെ വെച്ചാലും അത് ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്ന് നീ കരുതിയോ? എന്നാലും അത് നിന്റെ ജീവനേക്കാൾ പ്രധാനമാണോ നിനക്ക്? നേതാവ് ചോദിക്കുന്നതിനിടെ തന്നെ സിദ്ധാർത്ഥിന്റെ കവളിൽ അടിച്ചു. സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് അയാൾ അവന്റെ ഷർട്ടിന്റെ കൈ ചുരുട്ടി വെച്ചത് നോക്കിയപ്പോൾ ഉള്ളിലൊരു വാച്ച് തിളങ്ങുന്നത് കണ്ടു. ആഹാ, നീ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇതായിരുന്നോ? ഈ വാച്ച് ഒളിപ്പിച്ച് വെക്കാൻ നീ കാണിച്ച വെപ്രാളം വെച്ച് നോക്കുമ്പോൾ ഈ വാച്ചിന്റെ വില എന്തായാലും 1,00,000 രൂപയെങ്കിലും ആകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ, ശരിയല്ലേ? അയാൾ ആ വാച്ച് തിരിച്ചു മറിച്ചു നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടു. ഏയ്, ഈ വാച്ചിന്റെ വില നിങ്ങൾക്കറിയോ? ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്, സ്പെഷ്യൽ എഡിഷനാണ്. ഇപ്പോഴത്തെ വിലയിൽ 25 ലക്ഷത്തിൽ കുറയില്ല. എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്റെ മുത്തശ്ശി എനിക്ക് ഗിഫ്റ്റ് തന്നാണിത്. നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കരുത്, പ്ലീസ്. ഇത് എനിക്ക് തന്നെ തിരിച്ചതാ. കൈവേദന സഹിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് നിലവിളിച്ചു. നീ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി. ഈ വാച്ചിന്റെ വില 25 ലക്ഷമാണെന്ന്. അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. വില പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഏജന്റ് ഞങ്ങളെ ചിലപ്പോൾ ചതിക്കും. കുറഞ്ഞ വില പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കും.
ഇപ്പോൾ നീ ഇതിന്റെ ഒറിജിനൽ റേറ്റ് പറഞ്ഞു തന്നതിനാൽ ഇനി അവരോട് വില പേശൽ എളുപ്പമായിരിക്കും. ഇതുപോലെ 3-4 സാധനങ്ങൾ കിട്ടിയാൽ മതി നമ്മുടെ ജീവിതം സെറ്റാവാൻ. അയാൾ ചിരിയോടെ പറഞ്ഞു. ആ അതേ ബോസ്, അയാളുടെ കൂട്ടാളികളും ആവേശത്തോടെ പറഞ്ഞു. വേഗം പോയി എല്ലാവരുടെയും കൈ നോക്ക്, അയാൾ ആജ്ഞാപിച്ചു. അവൻ തിരിഞ്ഞ് ബസ്സിലുള്ളവരെ നോക്കി. ഇതുപോലുള്ള നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലായിടത്തും ഈ ബാഗിൽ വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇവനെപ്പോലെ മറച്ചു വെക്കണമെന്ന് തോന്നിയാൽ. അയാൾ പറയുന്നതിനിടെ തന്നെ സിദ്ധാർത്ഥിന്റെ കൈവിരലുകൾ പുറകിലേക്ക് മടക്കി. സിദ്ധാർത്ഥിന് വേദന സഹിക്കാനായില്ല. അവൻ അലറി വിളിച്ചു. അത് കണ്ട് എല്ലാവരും അവരുടെ കയ്യിലുള്ള സാധനങ്ങളെടുത്ത് വേഗം ബാഗിൽ വെച്ചു. ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന നിലയിൽ തന്റെ കൺമുന്നിൽ സംഭവിക്കുന്നതെല്ലാം കണ്ട് ഒന്നും ചെയ്യാനാവാതെ ഗൗരി നിന്നു. എത്ര മോശം സിറ്റുവേഷനാണ്. എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളിൽ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ജിതിന്റെ കഴുത്തിൽ വെച്ച കത്തി അവളെ കയറില്ലാതെ കെട്ടിവെച്ച അവസ്ഥയിലാക്കി. ഇപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായാണ് പെരുമാറുന്നത്. അടിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെറുതെ പറയുന്നതാ. നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ തല്ലരുതെന്ന് പറയുന്നതിന് പകരം ഞാൻ 2 പേരെ കൊല്ലാൻ പറയുമായിരുന്നു. നേതാവ് കളിയാക്കി സിദ്ധാർത്ഥിന്റെ കവിളിൽ തലോടി. അപ്പോ നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി. ഇനി എന്താ ചെയ്യുക? എല്ലാവരും താഴെ ഇറങ്ങി വരിവരിയായി നിൽക്കൂ. എനിക്കൊരു ചെറിയ പണി കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. തലയ്ക്ക് മുകളിൽ കൈകൾ നീട്ടി വിരൽ ഞൊടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അവന്റെ കണ്ണുകൾ കൊണ്ട് അവന്റെ ആളുകൾക്ക് ആംഗ്യം കാണിച്ചതും അവർ എല്ലാവരെയും തിടുക്കത്തിൽ പുറത്തേക്കിറക്കി. അവസാനം ഗൗരി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഹലോ ACP മാഡം, എങ്ങോട്ടാ ഇറങ്ങുന്നത്? ഈ വണ്ടിയിൽ നീ മാത്രം മതി. അല്ലല്ല, നീയും ഞാനും മാത്രം. നീ നല്ല ഉശിരുള്ള പെണ്ണ. എനിക്കതാ ഇഷ്ടമായത്. എനിക്കും കുറെ കാലമായി. അതിന്ന് എനിക്ക് നടത്തണം. അവനൊരു വൃത്തികെട്ട ചിരിയോടെ പറഞ്ഞു. അവനെ കാണാൻ അവന്റെ മറ്റു കൂട്ടാളികളേക്കാൾ ശാന്തനായിരുന്നു. പക്ഷേ അവൻ അവരെക്കാൾ എല്ലാം ക്രൂരനായിരുന്നു എന്ന് ഇപ്പോൾ അവന്റെ ഭാവം വിളിച്ചു പറയുന്നുണ്ട്. അവന്റെ സംസാരം കേട്ട് ഭ്രാന്തെടുത്ത പോലെ ഗൗരി അവനെ നോക്കി. ഏയ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് നിന്നെ എതിർക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അടങ്ങിയിരുന്നത്. എന്റെ കൂടെയുള്ള ആർക്കും ഒരു ആപത്തും ഉണ്ടാകരുതെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം മിണ്ടാതിരുന്നതാ. നീ തൽക്കാലം പോകാൻ നോക്ക്. അല്ലാതെ വേറെന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാ നീ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും. അയാൾക്ക് നേരെ ചൂണ്ടുവിരൽ നീട്ടി ഗൗരി മുന്നറിയിപ്പ് നൽകി. എന്റെ മാഡം, നിങ്ങൾ പഞ്ച് ഡയലോഗ് പറയുന്ന രീതി പോലും പക്ക ക്ലീഷയാണ്. ഈ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ ജയിലുണ്ട്, അതിൽ എത്ര സെല്ലുകളുണ്ട്, എത്ര കമ്പികളുണ്ട്, അതെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കാണാത്ത ജയിലൊന്നും ഇല്ല മാഡം. ഇപ്പോൾ തന്നെ ജയിൽ ചാടി വന്നതാ ഞങ്ങള്. ആ ഞങ്ങളോടാണോ നിന്റെ ഭീഷണി? എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഈ പണം. എനിക്ക് പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അവന്റെ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടലോടെ അയാളെ നോക്കി. ബസ്സിൽ കയറിയപ്പോൾ മുതൽ വല്ലാണ്ട് സംസാരിക്കാതിരുന്ന അയാൾ ഇത്രയും മനോവിഭ്രാന്തിയുള്ള ആളായിരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇന്നലെ മുതൽ ഇനിയും എത്ര തവണ ഇതുപോലുള്ള ഞെട്ടലുകളും ഭയവും സഹിക്കണമെന്ന് അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടോ. 2 അടി പിന്നോട്ട് നിൽക്ക്. ഇനി 1 അടി മുന്നോട്ട് വെച്ചാ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശരിക്കും മൂത്രമൊഴിക്കാൻ കഴിയില്ല. അവൾ പൊരുതാൻ തയ്യാറായി നിന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.